നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തതും പുറത്തുനിന്ന് വരുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നതുമായ ഒരു കാര്യമാണ് വീട്ടിൽ തങ്ങി നിൽക്കുന്ന മീൻമണം എന്ന് പറയുന്നത്. മറ്റുള്ളവർ വരുമ്പോൾ അങ്ങനെ ഒരു മണം ഉണ്ടാകുന്നത് തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം, മീൻ മുറിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടാവില്ലേ, അവിടെ ഒരു പോളിത്തീൻ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ക്യാരി ബാഗോ ഈവൻ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് മീൻ മുറിക്കുക. അടുത്തതായിട്ട് മീൻ മുറിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ മീൻ മുറിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് വയ്ക്കുക. ഈ ബേക്കിംഗ് സോഡ എപ്പോഴും ചീത്ത മണങ്ങളെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് സുർക്കയും ഒഴിച്ച് വെക്കുക. പിന്നെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ചുറ്റിലും അങ്ങോട്ട് മുറിച്ച് വയ്ക്കുക. ഇപ്പോഴും നമ്മൾ മീൻ മുറിക്കാൻ തുടങ്ങിയിട്ടില്ല, മീൻ മുറിക്കുന്നതിന് മുന്നേ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത്. അപ്പോൾ അത് റെഡിയായല്ലോ. ഇനി നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വളരെ കുറച്ച് അപ്പസോഡ വിതറിയിട്ട് അതൊന്നങ്ങോട്ട് തേച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മീൻ മുറിക്കുന്നതിന് മുന്നേ വളരെ കുറച്ച് സുർക്ക എടുത്തിട്ട് നമ്മുടെ മീനിൽ ഒന്നങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നേരത്തെ നമ്മളൊരു കപ്പിലിങ്ങനെ വെള്ളവും സുർക്കയും കൂടെ മിക്സാക്കി വെച്ചില്ലേ, അത് നമ്മുടെ മീൻ മുറിക്കുന്നതിൻ്റെ അടുത്ത് വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഓരോ മീൻ മുറിച്ച് കഴിഞ്ഞിട്ടും നമ്മുടെ കത്തി അതിലൊന്നങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കത്തിയുടെ ആ സ്മെല്ല്, നമ്മുടെ മീൻ മുറിക്കുമ്പോഴുള്ള സ്മെല്ല് നന്നായിട്ട് കുറഞ്ഞു കിട്ടും. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊക്കെ കുറച്ച് കഷ്ടപ്പാടുള്ള കാര്യങ്ങളായിട്ടൊക്കെ തോന്നുമായിരിക്കും, പക്ഷേ യാതൊരു കഷ്ടപ്പാടുമില്ല. ഇതൊക്കെ നമ്മൾ മീൻ മുറിക്കുന്നതിൻ്റെ ചുറ്റിലുമാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ജസ്റ്റ് സാധാരണ പോലെ തന്നെ ഇത് നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ കൈയല്ലേ ആദ്യത്തെ സ്മെല്ലാണ് കളയുന്നത്, കൈയിൻ്റെ മണമാണ് കളയേണ്ടത്. അപ്പോൾ സാധാരണ പോലെ തന്നെ ഹാൻഡ് വാഷ് ഇട്ടു, നന്നായിട്ടൊന്ന് കൈ കഴുകി കഴിഞ്ഞു. എങ്കിലും നമ്മൾ എസ്പെഷ്യലി മത്തിയൊക്കെ ആകുമ്പോൾ മീനിൻ്റെ ആ മണം എന്തായാലും കയ്യിൽ നിന്ന് പോവില്ല, ഒരു മണം, ഒരു നാറ്റം ഉണ്ടാവില്ലേ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ചെറുനാരങ്ങ എടുക്കുക. നേരത്തെ പീസാക്കിയിട്ട് നമ്മൾ ഓൾറെഡി വെച്ചില്ലേ, ആ ചെറുനാരങ്ങ എടുക്കുക, കയ്യിലൊന്ന് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ കയ്യെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് കഴുകുക. എങ്കിലും മണം ഉണ്ടാവും, മത്തിയാണെങ്കിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ വിനാഗിരി എടുത്തിട്ട് കയ്യിലിടുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് തേച്ചിട്ടൊന്നിട്ട് കഴുകുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് കയ്യിലങ്ങോട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ സ്മെല്ലും മാറും. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് എന്നോട് പറയണം. ഇതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ യാതൊരു സ്മെല്ലും നമ്മുടെ കയ്യിലുണ്ടാവില്ല. ധൈര്യമായിട്ട് ആ സമയത്ത് ഗസ്റ്റ് വന്നാലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ആ ഗ്ലാസ്സൊക്കെ പിടിക്കുമ്പോൾ ഗ്ലാസ്സിന് എന്തായാലും ആ സ്മെല്ല് വരും, നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ മറ്റുള്ളവർക്കത് മനസ്സിലാവും. എന്നിട്ട് ലാസ്റ്റ് ഒന്നും കൂടെ ആ ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകിയാൽ ആ ഒരു നല്ല സ്മെല്ല് കിട്ടും. ആ ഒരു ഹാൻഡ് വാഷിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതുകൂടെ കിട്ടും. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, കൈയിൻ്റെ മണം മാറ്റാനുള്ള പരിപാടികൾ. ഇനി നമുക്ക് വേഗം എടുത്തിട്ട് വേസ്റ്റ് കളയാം. അപ്പോൾ ഇതാ ഈ ബാസ്ക്കറ്റിൻ്റെ അടിയിൽ ഓൾറെഡി നമ്മുടെ ഒരു കവറൊക്കെ ഉണ്ട് ഫിഷിൻ്റെ ഇതൊക്കെ ആയിട്ട്, അതുകൊണ്ട് തന്നെ ബാസ്ക്കറ്റിലേക്ക് അതിൻ്റെ വെള്ളം പോവില്ല. എന്നിട്ട് നമ്മുടെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് നമ്മുടെ ഫിഷ് ആ വേസ്റ്റൊക്കെ ഇല്ല അതൊക്കെ ഇട്ടു. ആ കവർ ഇട്ടതുകൊണ്ട് എന്തായി, നമ്മുടെ ആ വാഷ് ബേസിനിലൊന്നും സിങ്കിലൊന്നും എന്തില്ല, ഫിഷിൻ്റെ വേസ്റ്റും ഒന്നും ആയിട്ടില്ല. ദെൻ നന്നായിട്ട് അപ്പോൾ തന്നെ കെട്ടിവെക്കുക. എന്നിട്ടൊരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കില്ലേ, അവിടെയും നേരത്തെ ഒരു ബൗളിൽ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചില്ലായിരുന്നു, ആ ബേക്കിംഗ് സോഡ അതിൻ്റെ അടുത്ത് അവിടെ വയ്ക്കുക. അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്മെൽ അങ്ങോട്ട് സ്പ്രെഡ് ആവില്ല, ഈ ബേക്കിംഗ് സോഡ അതിനെ അബ്സോർബ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് കത്തി പാത്രങ്ങളൊക്കെ അല്ലേ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, അതിലെന്തായാലും സ്മെല്ലുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, പലപ്പോഴും നമ്മൾ ഈ ലിക്വിഡൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ സ്മെല്ല് അങ്ങോട്ട് പോവില്ല. അപ്പോൾ ആദ്യം ചെറുനാരങ്ങ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ബൗളും ഇതൊക്കെ പാത്രമൊക്കെ ജസ്റ്റ് കഴുകിയാൽ തന്നെയും നമ്മൾ ഈ മത്തിയൊക്കെ അങ്ങനത്തെ മീനൊക്കെ ഈ ചെളുക്കയുള്ള മീനാകുമ്പം അത് കഴുകിയിട്ടുണ്ടെങ്കിലും അതിലിങ്ങനെ ചെളുക്കുകളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോഴെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങ എടുത്തിട്ട് നന്നായിട്ട് തേച്ചിട്ട് ഒന്നങ്ങോട്ട് കഴുകുക, അതുപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് തേക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് സ്മെല്ലും മാറും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഡിഷ് വാഷിൽ അത് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ സാധാരണ കഴുകുന്നത് പോലെ തന്നെ നമ്മൾ കഴുകിയെടുക്കുക. അപ്പോഴും നല്ല സ്മെല്ലായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ മീൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലിക്വിഡ് മാത്രം ഇട്ടിട്ടൊക്കെ കഴുകുമ്പോൾ ആ സ്മെല്ല് അവിടെ ഉണ്ടാവും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളിൽ സ്മെല്ല് തീരെ ഉണ്ടാവില്ല, ആ സ്മെല്ല് മുഴുവനായിട്ടും അങ്ങോട്ട് പോകും. ഇനി അടുത്തൊരു ഘട്ടം നമുക്ക് വരുന്നത് മീൻ പൊരിച്ചിട്ട് അതിൻ്റെ സ്മെല്ല് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ.
അവിടെ നമുക്ക് വരിക മീൻ മസാല തേച്ച് വെച്ച പാത്രങ്ങളുണ്ടാവും, അതുപോലെ തന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ മീൻ പൊരിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം അത് ആ പാത്രം കാലിയായിട്ടുണ്ടെങ്കിൽ അതിൽ ചൂടോട് കൂടിയിട്ട് അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മീനിൻ്റെ മണമായിരിക്കും. വീട്ടിലും അതുപോലെ നാട്ടിലും മൊത്തം മീനിൻ്റെ മണം അങ്ങോട്ട് സ്പ്രെഡാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് മണം പിടിച്ച് നടക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ഈ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ച് വെച്ച പാത്രമോ അല്ലെങ്കിൽ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫ്രൈ പാനോ എന്തെങ്കിലും ഒരു സാധനം പിന്നെ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ചൂടാക്കുമ്പോഴും ഈ മണം അങ്ങോട്ട് അടിക്കും അല്ലേ, മീനിൻ്റെ ഒരു മണം വരില്ലേ വീട്ടിൽ. അപ്പോൾ ആ മണങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ട്രിക്കാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഒന്നുമില്ല, എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ആദ്യം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, മീൻ പൊരിച്ച ഫ്രൈ പാൻ ഉണ്ടാവാം, അല്ലെങ്കിൽ മീനിൻ്റെ മസാല തേച്ച് വെച്ച പാത്രം ഉണ്ടാവാം. ഇതൊക്കെ പറയുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നത്, നമ്മൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം അവിടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇതുപോലെ അവിടെ പാത്രം വയ്ക്കുക, കുറച്ചധികം നേരം വയ്ക്കുക. അതേപോലെ ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, ഈ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്ത മീനിൻ്റെ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ജസ്റ്റ് അതിന്മേൽ അങ്ങോട്ട് ഉരച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മുഴുവനായിട്ടും ആക്കിയതിൻ്റെ ശേഷം പാത്രങ്ങളോ കത്തികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫ്രൈ പാനോ എന്താണെങ്കിലും അങ്ങനെ കഴുകുക. ഇനി മീൻ മുറിച്ച പ്രതലമല്ലേ, അപ്പോൾ അത് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമുക്ക് ഈ ചീത്ത മണങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ആ സിങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ മുറിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഈ ബേക്കിംഗ് സോഡ ഒന്ന് അങ്ങോട്ട് സ്പ്രെഡാക്കിയതിൻ്റെ ശേഷം ഈ ചെറുനാരങ്ങ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ എല്ലാ സ്മെല്ലും പോവും. പിന്നെ ഇത് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, നമ്മൾ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ടുള്ളതാണ്. മാത്രമല്ല ഞാനിത് ചെയ്തിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മീനിൻ്റെ മണം, പ്രത്യേകിച്ച് ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ മീനിൻ്റെ മണം അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലോ. അപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ മണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് എടുക്കാറ്. പിന്നെ ചെന്നൈയിലുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നത്. എൻ്റെ കൂടെ അടുത്തുള്ള നൈബേഴ്സൊക്കെ എന്ന് പറയുന്നത് വെജിറ്റേറിയൻസും ആയിരുന്നു. അപ്പോൾ ഞാൻ ആ 3 വർഷം വളരെ കുറച്ച് മാത്രമേ മീൻ കഴിച്ചിട്ടുള്ളൂ. ആ കഴിച്ച സമയത്തൊക്കെയും ഇത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. തീരെ സ്മെല്ല് പുറത്തേക്ക് വരുന്നില്ല എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തുമായിരുന്നു. ഇത് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ വിനെഗറും അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് അവിടെ വെക്കുകയാണ്. ഇനി നമ്മൾ അന്തരീക്ഷത്തിലുള്ള മണത്തെയാണ് തുരത്തുന്നത്. അത് ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിട്ടുള്ള കാര്യമായിരിക്കും. കോഫിയുടെ പൊടി, നമ്മുടെ നാടൻ പൊടി അല്ലെങ്കിൽ വില കുറഞ്ഞിട്ടൊക്കെ കിട്ടില്ല, അതൊക്കെ അവിടെ വാങ്ങിയിട്ട് ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി. അത് വാങ്ങുക, ഒന്ന് ചൂടാക്കിയതിന് ശേഷം ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പോഴത്തേനും നല്ലൊരു മണം അങ്ങോട്ട് സ്പ്രെഡാവും. പിന്നെ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് പുതിനയും അതുപോലെ ചെറുനാരങ്ങ, ഓറഞ്ചിൻ്റെ തോലുണ്ടെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്നോട്ട് തിളപ്പിക്കുക. നല്ലൊരു മണം ഉണ്ടാവും. എന്നിട്ട് അതൊരു ബൗളിൽ അവിടെ ഒഴിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് അങ്ങോട്ട് തിളപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ആ മണമൊക്കെ മാറിയിട്ട് നല്ല ഒരു സ്മെല്ലായിട്ട് മാറും. ഇനി വെള്ളത്തിൽ കുറച്ച് വിനെഗരി ഒഴിക്കുക, എന്നിട്ട് അതിലേക്ക് ഇല, മറ്റേ വഴനയിലല്ലേ, ബേ ലീഫ്, അതൊഴിക്കുക. എന്നിട്ട് നല്ലതായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതും ഇങ്ങനെ തന്നെ വെച്ചാൽ നല്ല സ്മെല്ല് കിട്ടും. എനിക്ക് ആ സ്മെല്ല് അത്ര ഇഷ്ടമില്ല. പിന്നെ നേരത്തെ പോലെ ഈ കോഫി പൗഡർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ചൂടാക്കിയിട്ടില്ലേ, അതിന് പകരമായിട്ട് നല്ല കടുപ്പത്തിൽ കാപ്പി ഉണ്ടാക്കിയിട്ട് അത് വെച്ചാലും നല്ലൊരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യും. കോഫിയുടെ സ്മെല്ല് എപ്പോഴും നല്ലതാണ്. ഇനി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു ലിക്വിഡാണ് ഇത്. നമ്മളിപ്പോൾ യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെ അല്ലേ, അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് അതിൽ പുതിനയും അതുപോലെ തന്നെ നാരങ്ങയും ഓറഞ്ചും ഇട്ടിട്ടുണ്ട്, അതാണ് അങ്ങനത്തെ ഒരു കളർ. എന്നിട്ട് നന്നായിട്ട് കുറേ സമയം വെച്ചിട്ട് ഒന്ന് സിമ്മിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇല്ലേ, അത് ലേശം അങ്ങോട്ട് ഇട്ടിട്ട് എന്നിട്ട് അത് നന്നായിട്ട് നല്ല സ്മെല്ലായിരിക്കും. അത് നന്നായിട്ട് തണിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനത്തെ എന്തെങ്കിലും സ്പ്രേ ബോട്ടിൽ, ഇതെന്തോ ഓയിലിൻ്റെ എന്തോ ബോട്ടിലായിരുന്നു, അങ്ങനത്തെ ഞാൻ വാങ്ങിയ ബോട്ടിലൊന്നുമല്ല, അങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഇട്ട് ഇങ്ങനെ നമ്മുടെ മീനായ പ്രതലം അല്ലെങ്കിൽ എവിടെയെങ്കിലും കയ്യിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അതാണ് ആ സംഭവം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മെയിൻ പരിപാടികൾ ഈ 2 സാധനമാണ്. ഒന്ന് നമ്മുടെ ചന്ദനത്തിരിയില്ലേ, ചന്ദനത്തിരി
കത്തിച്ച് വെക്കുക എന്ന് പറയുന്നത് ചിലർക്ക് അത് അലർജി ആയിരിക്കും. പക്ഷേ എനിക്ക് അത് മെയിൻ ഇങ്ങനെ 4-5 എടുത്തിട്ട് നന്നായിട്ട് കത്തിച്ചിട്ട് തല തിരിച്ചിട്ട് അതിൽ കുത്തി അവിടെ വയ്ക്കും. ഇപ്പോൾ കാണാം. അപ്പോൾ ഇതാ കണ്ടോ, പുക ഇങ്ങനെ മേലേക്ക് പോയിട്ട് നല്ല മണം ഇങ്ങനെ സ്പ്രെഡ് ആവും. അപ്പോൾ എപ്പോഴും വീട്ടിൽ നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ നേരത്തെ കാണിച്ച ഈ ഇതിലില്ലേ, ഇതിൽ കോഫി പൗഡറും ചെറുനാരങ്ങയും അതുപോലെ പുതിനയാണ്. അതവിടെ വെറുതെ വെക്കുക. നമ്മുടെ വീടുകളിൽ നല്ല മണം അങ്ങോട്ട് പടരട്ടെ.